ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ്. ഇറ്റ്സ് യു നാഫി, ഇറ്റ്സ് യു നിഹാൽ ആൻഡ് ഇറ്റ്സ് യു സഹദ്. ഐഷ മിസ്സിന് ചെറിയൊരു പ്രശ്നകാരം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ മിസ് രാത്രിത്തെ ലൈവിലേക്ക് ഒരു മിസ് ഒരു പേഴ്സണൽ എമർജൻസി ആയിട്ട് കുറച്ച് ബിസിയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ക്ലാസ് 7 സോഷ്യൽ സയൻസിൻ്റെ പ്രഡിക്ഷനുമായിട്ടാണ്. നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരും എന്തൊക്കെയാണ് ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ടോപ്പിക്ക് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നാളെ നടക്കുന്ന സോഷ്യൽ സയൻസിൽ A ഗ്രേഡ് ഉറപ്പാട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് 8, 9, 10, 11, 12 ഈ 5 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബാക്കി ചാപ്റ്റേഴ്സിനൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു. സോ ഫസ്റ്റ് പാർട്ട് 2 ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. Yes, so get ready for your prediction videos and prediction topics. പ്രധാനമായി എക്സാം വൈസ് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പവർ ടു പീപ്പിൾ എന്ന ചാപ്റ്റർ പഠിച്ചിരിക്കേണ്ട. ആൻഡ് പവർ ടു പീപ്പിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ കേട്ടോ. നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുന്ന ചാപ്റ്ററാണ്. ആദ്യം നിങ്ങൾ ഗ്രാമസഭയുടെ ഇമ്പോർട്ടൻസ് പഠിക്കുക. അപ്പോൾ ഗ്രാമസഭയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഗ്രാമസഭ ചെയ്യുക. അത് എന്ത് ചെയ്താൽ മതി? ആ നോട്ടീസ് ഉണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, ആ നോട്ടീസിൽ അജണ്ടകൾ ഉണ്ടല്ലോ, അത് മാത്രം നോക്കി പഠിച്ചത്. കാരണം ഇൻഡയറക്റ്റ് ഒരു ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ബേസ്ഡ് ചോദ്യം ചോദിക്കാൻ സാധ്യത ഏറെയാണ് പഠിച്ചത് കേട്ടോ. രണ്ടാമത് ഡീസെൻട്രലൈസേഷൻ്റെ സവിശേഷ വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ, അത് നമ്മളൊരു പദസൂര്യനെ കൊടുക്കുന്നല്ലോ, അത് കൃത്യമായി പഠിച്ചാൽ അവിടെ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് 73-ാമതെയും 74-ാമതെയും ഭരണഘടനാ ഭേദഗതി. 73-ാമത്തെ ഭരണഘടനാ ഭേദഗതിൻ്റെ വ്യക്തി എന്താ? ത്രിതല പഞ്ചായത്ത്. 73 ത്രിതല പഞ്ചായത്ത് അങ്ങനെ തന്നെ പഠിച്ചത്. ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 74 എന്താണ്? നഗരപാലികയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ 2 ടയർ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. റെഡി? ഈ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് ചെയ്തു തരുന്ന കാര്യങ്ങൾ അല്ലേ, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കുന്ന കാര്യമല്ലേ. അത് നിങ്ങൾ ഒരു തവണ വായിച്ചു പോകണം. അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് പഞ്ചായത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിന് എവിടെ നിന്നൊക്കെയാണ് പൈസ കിട്ടുക, പഞ്ചായത്തിൻ്റെ വരുമാന സ്രോതസ്സിൽ വരുമാന മാർഗ്ഗങ്ങൾ എന്തെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ് പഠിച്ചു നോക്കുക. ലാസ്റ്റ് വൺ, ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ പവർ ചെയ്യുമ്പോൾ അവർക്ക് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണ്ടി അല്ലേ, അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പോകണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇവിടെ നിന്ന് എവിടെയെങ്കിലും ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പ്രതീക്ഷിക്കാം. റെഡി? ഓക്കെ, നമ്മൾ 9-ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് അല്ലെ, ഭൂമി അറിയാൻ ഭൂപടങ്ങളും സാങ്കേതിക വിദ്യകളും അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾ തീമാറ്റിക് മാപ്പ്, വിഷയാദിശ ഭൂപടങ്ങളുടെ ഡെഫിനിഷനുകൾ പഠിച്ചു വെക്കണം. പിന്നെ ഈ ഇതുണ്ടല്ലോ, ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ്, ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും, അത് നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് എക്സാമ്പിൾസ് അടക്കം പഠിച്ചു വെക്കണം. അത് എന്തായാലും ഒരു ആക്ടിവിറ്റിയിൽ ചോദ്യം ഉറപ്പിച്ചോ. അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ മാപ്പ് ആൻഡ് സ്മോൾ സ്കെയിൽ മാപ്പ്, വലിയ തോത് ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടം, അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെച്ചോ. പിന്നെ എക്സാമിന് നിങ്ങൾക്ക് ആക്ടിവിറ്റി ഉള്ളിൽ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ മാപ്പ് റീഡിങ്ങിൽ സ്കെയിലും കൺവെൻഷണൽ കളേഴ്സ് ആൻഡ് പിന്നെ സയൻസും ചിഹ്നങ്ങളും അതേപോലെ തന്നെ തോതും. ഈ തോത് കാണാനുള്ള 3 രീതികളുണ്ടല്ലോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ, പ്രസ്താവന രീതി, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, ഭിന്നക രീതി, ലീനിയർ സ്കെയിൽ, രേഖാരീതി, അത് 3 പഠിച്ചു വെച്ചോ. പിന്നെ ഈ ചേട്ടൻ അടുത്ത ടോപ്പിലേക്ക് പോകുമ്പോൾ ഇത് ഒരു ആക്ടിവിറ്റി ഉറപ്പാണ്, ഞാൻ 100% ഉറപ്പ് തരുന്നു. ഒരു ആക്ടിവിറ്റി ഉറപ്പാണ്. ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ് ആൻഡ് റിമോട്ട് സെൻസിങ്, വിദൂര സംവേദനവും വിദൂര സംവേദന വർഗീകരണം, ഇതെന്തായാലും ആക്ടിവിറ്റി വരും. അതിൻ്റെ യൂസസും പഠിച്ചു വെച്ചോ. പിന്നെ GIS അഥവാ ഭൂവിവര വ്യവസ്ഥ. നമ്മൾ 10-ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ, ബഡ്ജറ്റിലേക്ക് കടക്കുമ്പോൾ ടൈപ്സ് ഓഫ് ബഡ്ജറ്റിന്റെ വിവിധ തരങ്ങൾ നിങ്ങൾ നിർബന്ധമാണ് പഠിച്ചു വെക്കണം അല്ലേ. ഏതൊക്കെയാണ്? സർപ്ലസ്, അതേപോലെ ബാലൻസ്, അതേപോലെ ഡെഫിസിറ്റ് അല്ലേ, സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. പിന്നെ ഡെവലപ്മെന്റ് ആൻഡ് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ, വികസന ചെലവുകളും വികസനേതര ചെലവുകളും, അത് എക്സാമ്പിൾസ് അടക്കം പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതെന്തായാലും മിക്കവാറും എക്സാമിന് വരും കേട്ടോ. സോഴ്സ് ഓഫ് നോൺ ടാക്സ് റവന്യൂ, ഈ ബജറ്റിന്റെ കൂടെ ആക്ടിവിറ്റി 2-ാമത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒന്നാണെന്ത്? സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ഗവൺമെന്റ്, സർക്കാരിന്റെ വരുമാന സ്രോതസ്, അതിൽ ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ പഠിച്ചു വെക്കുക. പിന്നെ ഫാമിലി ബജറ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഗ്രേറ്റ് റേക്ക്, ഫസ്റ്റ് വാർ ആൻഡ് സെക്കൻഡ് ബോർ വാർ അല്ലേ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതേപോലെ വർണ്ണവിവേചനം, എന്തായാലും ആക്ടിവിറ്റിക്കുള്ളിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വർണ്ണവിവേചനം പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? എക്സാമിന് പോകരുത് കേട്ടോ. അത് മാത്രമല്ല, ലോസ് ഇംപ്ലിമെന്റ് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് കോൺസിക്വൻസിലെ, ദക്ഷിണാഫ്രിക്കയിൽ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ നിയമങ്ങളും അതിന്റെ ഫലങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പിന്നെ അടുത്ത എന്താണ്? കോസസ് ഓഫ് ദി സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം സ്ട്രഗിൾ അല്ലേ, ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, ഇതെന്തായാലും എക്സാമിന് ഒരു ആക്ടിവിറ്റിക്കുള്ളിൽ ചോദ്യം ചോദിക്കട്ടോ. പിന്നെ എന്താണ്? സ്റ്റേ അറ്റ് ഹോം സ്ട്രൈക്ക് അല്ലെ, വീട്ടിലിരിപ്പ് സമരവും അതേപോലെ തന്നെ വെരിനിങ് സന്ധിയും, ഇത് രണ്ടും എന്ത് ചെയ്തോ? ഓർത്ത് വെച്ചു. അപ്പോൾ ഈ 3 ചാപ്റ്ററിൽ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് വെക്കുക. ആഫ്റ്റർ ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നമ്മുടെ ചരിത്രത്തിന്റെ ആധാരശിലകൾ അഥവാ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള പാഠമാണ്. അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്? ഇത് കണ്ടാൽ നിങ്ങൾക്ക് വലിയ ചാപ്റ്റർ ആയിട്ട് തോന്നും, പക്ഷേ ഇത് വലിയ ചാപ്റ്റർ എന്നുള്ളത് ചെറിയ ചാപ്റ്ററാണ്. എന്തെന്ന് ഉദ്ദേശിച്ചത്, നമ്മൾ ഈ ഹിസ്റ്ററി, അതായത് ചരിത്രം, നമുക്കൊരു സംഭവത്തെ പറ്റി പഠിക്കാൻ എന്തൊക്കെ കഴികൾ അല്ലെങ്കിൽ വഴികളാണുള്ളത്. ഇപ്പോൾ സോഴ്സ് ഓഫ് ഹിസ്റ്ററി, അതാണ് നമുക്ക് എന്ത് ചെയ്ത് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ് ചരിത്രം, അല്ലെങ്കിൽ എന്താണ് ഹിസ്റ്ററി, എന്താണ് ലോക്കൽ ഹിസ്റ്ററി. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ സംഭവങ്ങളൊക്കെ പറ്റി രേഖപ്പെടുത്തുന്നതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷേ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചെറിയ സ്മോൾ റീജിയനെ പറ്റി പറയുന്നതാണ് നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പിന്നെ ഇതാണ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അതായത് സോഴ്സ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, പലരും ചിലപ്പോൾ പറഞ്ഞിട്ടുള്ള അറിയാം. അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. ഇതാ ആർക്കിയോളജിക്കൽ റിമൈൻസ്, പുരാവസ്തുക്കൾ. നമ്മളിപ്പോൾ ശാസ്ത്രമേളക്കൊക്കെ സ്കൂളിൽ ശാസ്ത്രമേള നടത്തുമ്പോൾ ഉണ്ടാവില്ല, കോളാമ്പി, വാള്, കത്തി,
കത്തി, പഴയ ചാരു കസേര അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ അത്. പിന്നെ മോണുമെൻറ്റ്സ്, അതായത് സ്മാരകങ്ങൾ, പള്ളി, അമ്പലങ്ങൾ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത്. പിന്നെ ലിറ്റററി വർക്ക്സ്, അതായത് സാഹിത്യകൃതികൾ, പലരും വരച്ചപ്പോൾ മണിപ്രവാളം അങ്ങനത്തെ സാഹിത്യ കൃതികൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ട്രാവലോഗ്സ്, സഞ്ചാരികൾ, ഈ യാത്ര ചെയ്യുന്ന ആളുകൾ പലതും എഴുതിയിട്ടുണ്ടാവും, പലതും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരിലൂടെ നമുക്കൊരു കാര്യത്തെ പറ്റിയിട്ട് എന്തായിരിക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ന്യൂസ് പേപ്പർ, പഴയ പത്രങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടും. പിന്നെ ലാസ്റ്റാണ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മൾ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കുളത്തിനെ പറ്റി എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ റോഡിനെ പറ്റി എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അത് കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഇന്ന റോഡ് ഇവിടെ ഉണ്ടായിരുന്നു, ഇത്ര വീതിയായിരുന്നു റോഡിനുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ആർക്കിയോളജിക്കൽ സോഴ്സിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുരാവസ്തുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, അതാണ് ഇതാ ലിത്തിക് മോണുമെൻറ്റ്സ്, കോയിൻസ്, നാണയങ്ങൾ, പാലസ്, കൊട്ടാരങ്ങൾ, ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻസ്, കേവ്സ്, ഗുഹകൾ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ. അപ്പോൾ അതും എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി, ഈ പ്രാദേശിക ചരിത്രങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും, അത് വാമൊഴി, അതായത് ഓറൽ ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ പറഞ്ഞിട്ട് ആ സ്ഥലത്തെ പറ്റിയിട്ട് അറിയും. പിന്നെ സ്ഥലത്തിൻ്റെ നാമങ്ങൾ, ഇപ്പോൾ കോയിൽക്കോട്ട എന്നൊക്കെ പറയുന്നില്ലേ, കോയിൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം, കോട്ട എന്ന് പറഞ്ഞാൽ കോട്ട, അപ്പോൾ കോഴിക്കോട് വന്നത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലനാമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ എന്തായിരിക്കും നമുക്ക് പ്രാദേശിക നിരീക്ഷണങ്ങൾ കിട്ടും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ 5 ചാപ്റ്റേഴ്സ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി ബിഫോർ ക്രിസ്മസ് എക്സാമിന് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കി പോകട്ടോ. അപ്പോൾ 5ാമത്തെ ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക് ഒന്ന് പഠിച്ചേക്കുക. ഞാൻ പറഞ്ഞാൽ ആഫ്റ്റർ ക്രിസ്മസ് എക്സാം 8, 9, 10, 11, 12 ഈ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിന് പുറമെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു ചാപ്റ്റർ ഇത്രയും കാര്യമാണ്. നമ്മുടെ ക്രസ്റ്റ്, കോർ, മാൻഡിൽ, ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്, അതിൻ്റെ സവിശേഷതയും ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇത്രയും ഫീച്ചേഴ്സ്, ഇതിൽ മെയിനായിട്ട് റെയിൻ ഷാഡോ റീജിയൻ, മഴ നീല പ്രദേശങ്ങൾ ഓർത്തു വെക്കുക. ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യയിലെ വിളവെടുപ്പ് കാര്യങ്ങൾ ഓർത്തു വെക്കുക. നോർത്ത് ഇന്ത്യൻ ഉത്തരേന്ത്യൻ സവിശേഷതകളൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് സെക്യൂരിറ്റി, ഇതിൽ ഈ ഒരു ഫാമിംഗ് മെത്തേഡ്സ്, വിവിധ കൃഷി രീതികൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ മറ്റേ ഹരിത വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഗ്രീൻ റെവല്യൂഷൻ, അതിൽ MS സ്വാമിനാഥനെ പറ്റി പഠിക്കുക. പിന്നെ പോവർട്ടി, ദാരിദ്ര്യത്തെ പറ്റിയൊക്കെ പഠിച്ച് ഞാൻ സെറ്റായി. ഓക്കെ, അടുത്തത് ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസിൽ ആരൊക്കെയാണ്, എന്താണ് ഈ മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആരൊക്കെയാണ് സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, എക്സ്പ്രിസണറി, അതായത് ജയിൽ മോചിതർ, അവരൊക്കെ ഇത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക നോക്കി വെച്ചാൽ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മക്കളെ പാത്ത് അല്ലെങ്കിൽ ഗൈഡൻസ് എന്നുള്ള ചാപ്റ്റർ പ്രധാനം പഠിച്ചിരിക്കുന്നത്. ഒന്ന് ഇതിന്റെ ഫംഗ്ഷൻ പഠിച്ചു വെക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ കീ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക, ഫംഗ്ഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ ചുമതല പഠിച്ചു വെക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഭരണ ഭേദഗതി, ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആയി പഠിച്ചു വെക്കണം കാര്യം കേട്ടോ. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകും. അടുത്ത ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ, ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതിൽ നിങ്ങൾ മുഗൾ ആൻഡ് വിജയനഗര റൂട്ട്, മുഗൾ ഭരണത്തെക്കുറിച്ചും വിജയനഗര ഭരണത്തെക്കുറിച്ചും, ഹംപി, കൃഷ്ണദേവരായ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വെക്കുക. അക്ബർ, ഷാജഹാൻ, അവരുടെ ഫീച്ചേഴ്സ് പഠിച്ചു. ഇതൊക്കെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് അങ്ങനെ ചോദിക്കാൻ ആൻസില്ല. പിന്നെ ഭക്തി സൂഫി ട്രഡീഷനില്ല, ഭക്തി മൂവ്മെന്റ്, സൂഫി മൂവ്മെന്റ്, അതിൻ്റെ ലീഡേഴ്സിൻ്റെ പേര് ഈ അൽവാസ്, നയനാസ്, അതൊക്കെ പഠിച്ചു വെക്കുക. 4000 ദിവ്യപ്രബന്ധങ്ങൾ, തമിഴ് എന്ന് അറിയപ്പെടുന്ന 4000 ദിവ്യപ്രബന്ധം, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കട്ടെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ആഫ്റ്റർ ക്രിസ്മസ് എക്സാം 8, 9, 10, 11, 12 ഈ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ മുഴുവനായിട്ട് പഠിച്ചിരിക്കണം. ബാക്കി ഇന്നത്തെ ലൈവ് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ നാളത്തെ സോഷ്യൽ സയൻസ് എക്സാമിൽ A ഗ്രേഡ് ഉറപ്പാണ്. അപ്പോൾ സോഷ്യൽ സയൻസിൽ A ഗ്രേഡ് കിട്ടുന്ന ഉറപ്പുള്ള ഒരു കമന്റ് ബോക്സ് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമോജിയും കൂടി ചെയ്ത് കമന്റ് ചെയ്യുക. ഇഷാ മിസ്സിന് തീരെ സുഖമില്ലാത്തതുകൊണ്ടാണ് മിസ് ഈ പ്രഡിഷൻ വീഡിയോ എടുക്കാൻ വരാഞ്ഞത്. പക്ഷേ എല്ലാ പ്രശ്നത്തെയും തൃണവൽക്കരിച്ചുകൊണ്ട് മിസ് രാത്രി ലൈവിലേക്ക് എത്തും. അപ്പം അവിടെ കാണാം. നമ്മുടെ വീഡിയോ മാക്സിമം ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. ബൈ. So bye, thank you.